അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടെ അഴിമതി നടന്നിട്ടുണ്ടാവാം, അതിനെപ്പറ്റി കുറച്ച് കൺസേൺ ഉണ്ടാവാം. ഇപ്രാവശ്യത്തെ ആളുകളുടെ വരവിൻ്റെയും വരുമാനം കൂടുതലാണ്. വരുമാനം വളരെ കൂടി. അയ്യപ്പനോടുള്ള ഒരു ബന്ധം ഒരു പുനഃസ്ഥാപിക്കാനുള്ളൊരു അവസരമായിട്ടാണ് ഈ പ്രതിസന്ധിയൊക്കെ സാധാരണ അയ്യപ്പ ഭക്തൻ കണ്ടിരിക്കുന്നത്. അവിടെ എന്തോ സംഭവിച്ചോ, നമ്മളത് പോകണമല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ വാസ്തവത്തിൽ ഞാനിപ്പോൾ അത് ഒരു അതിശയോക്തി പറയുകയല്ല. ഞാൻ 12-ാം തീയതി രാത്രി ഞാൻ പോയി അവിടെ. 12, 13, 14 കഴിഞ്ഞാൽ 15-നാണ് ഇറങ്ങി. അപ്പോൾ ഈ 13-ാം തീയതി രാത്രി മകരവിളക്കിൻ്റെ തലേന്നാൾ ഞാൻ അവിടെ എല്ലാം നടന്നു. ഭയങ്കര തിരക്കാണ്. തിരക്കെന്ന് പറയുന്നത് നമുക്ക് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഒരു 10 മണിയൊക്കെ ആയപ്പോൾ 10-10:30 ഒക്കെ ആയപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് ആളുകൾ വിരിയൊന്നുമില്ല, കിടക്കുകയാണ്. ഇവർക്ക് ഒരു പരാതിയുമില്ല. നമ്മൾ വിരിവയ്ക്കാൻ സ്ഥലം കൊടുത്തിട്ടില്ല, വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. ഇവർക്ക് മുറിയും വേണ്ട, ഒന്നും വേണ്ട. ഇവർ കിട്ടുന്ന സ്ഥലത്ത് ഫാമിലിയായിട്ട് വരുന്നു, കിടക്കുന്നു, അയ്യപ്പനെ കാണുന്നു, പോകുന്നു. ഇത്രയും പരാതിരഹിതമായി നിസ്വരായി ഈ ഭഗവാനെ കാണാൻ മാത്രം വരുന്ന മനുഷ്യർക്ക് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്ന ചിന്ത എന്നെ വല്ലാതെ അന്നത്തെ രാത്രി എന്നെ അലട്ടിയെന്നുള്ളതാണ് വാസ്തവം. ഇവർക്ക് കിടക്കാൻ നമുക്ക് ഡീസൻറ്റ് സ്ഥലം കൊടുക്കണ്ടേ, കുറേ കൂടെ നമ്മൾ ഈ വിരിവയ്ക്കാനുള്ള സൗകര്യങ്ങളെങ്കിലും കൊടുക്കണ്ടേ. അവർക്ക് അന്ന് ഇടയ്ക്കിത്തിരി മഴയും ചാറി. മഴ ചാറ്റ് വന്നാൽ ഇവർക്ക് സുഖമായിട്ട് കിടക്കാനൊരു സ്ഥലം വേണ്ടേ. ഞാനിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഈ 20-ാം തീയതി നട അടച്ചു കഴിഞ്ഞാൽ, നട അടച്ചിരിക്കുന്നൊരു ദിവസം അവിടെ 2 ദിവസം പോയി നിന്നിട്ട് എവിടെയെല്ലാം നമുക്ക് വിരിവയ്ക്കാനുള്ള ചെറിയ സൗകര്യം 50 പേർ കിടക്കാനെങ്കിൽ 50, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പം വെറുതെ വേസ്റ്റായി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇതിനെയൊക്കെ റിട്രീവ് ചെയ്ത് വിരിവയ്ക്കാനിടം തമിഴിലും തെലുങ്കിലും ഒക്കെ ഇടം വെച്ച് സ്ഥലം എഴുതി കൊടുത്ത് നമ്മൾ വി കെയർ ഫോർ ദം എന്നുള്ളൊരു ധാരണ, ഒരു ഫീലിംഗ് ഉണ്ടാക്കേണ്ടത് നമുക്കാണ് ആവശ്യം, അവർക്കല്ല. അവരൊന്നും ആവശ്യപ്പെടില്ല. പക്ഷേ അവർക്ക് നല്ല ഭക്ഷണവും നല്ല കിടക്കാനിടവും കൊടുക്കാൻ നമുക്കൊരു വലിയ ധാർമ്മിക ബാധ്യതയാണ്. അതാണ് അയ്യപ്പൻ ആവശ്യപ്പെടുന്നത്. ഞാനിവിടെ അന്നദാനം നടത്താൻ കാരണം അത് തന്നെയാണല്ലോ. സദ്യ കൊടുക്കാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ വരുന്ന ആളിനോട് നമ്മൾ ഐ കെയർ ഫോർ യു എന്ന് എങ്ങനെയാണ് പറയുന്നത്? നല്ല ഭക്ഷണം കൊടുത്തിട്ടല്ലേ. നമുക്കൊരു നല്ലൊരു അതിഥി വന്നാൽ അതൊക്കെ വരും. അതൊക്കെ എന്ന് വെച്ചാൽ അത് നേരത്തെ അങ്ങനെ തീരുമാനിച്ചില്ല. സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഈ സദ്യ എന്നൊരു ഇത് തീരുമാനം വന്നില്ല. അത് കാരണം ഇടയ്ക്ക് ആ തീരുമാനം മാറ്റുമ്പോൾ ഉള്ള ചില സാമ്പത്തികവും നടപടിക്രമത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ. എന്നിട്ടും ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചു. അതൊരു കൊടുക്കണമെന്നൊരു നിർബന്ധം കൊണ്ടങ്ങ് കൊടുത്തതാണ്. വെറുതെ ചോറ് കൊടുത്താൽ പോരാ, പായസവും കൊടുക്കണം, പപ്പടവും കൊടുക്കണം. എൻ്റെ ഒരു നിർബന്ധമായിരുന്നു. അത് ഭംഗിയായിട്ട് ചെയ്തു. വളരെ കഴിച്ചവർക്ക് സാധാരണ ദിവസം 1000 പേര് കഴിക്കുന്നത്, ഈ ചോറ് കൊടുക്കുന്ന ദിവസം 5000 പേരാണ് കഴിക്കുന്നത്. മകരവിളക്കിനൊക്കെ ഇത്രയും പേര് 6000, 7000 പേര് കഴിച്ചിട്ട് പോയി. അത് നമുക്കൊരു വലിയ സന്തോഷമില്ല. അവർ തരുന്ന കാശാണ് കേട്ടോ. ഇതിനായിട്ട് തന്നിരിക്കുന്ന കാശ് എടുത്ത് കൊടുത്തൂടെ? ഈ ഭക്തരോടുള്ള സമീപനത്തിൽ ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്കും ഒരു പുതിയ സമീപന വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഞാൻ സ്വയം ഏറ്റെടുത്തിരിക്കുന്ന ഒരു വെല്ലുവിളി. നമ്മൾ ഈ പ്രവർത്തിക്കുന്ന മുഴുവൻ ഈ വരുന്ന ഒരാവശ്യവും ഉന്നയിക്കാത്ത സാധാരണ ഭക്തന് വേണ്ടിയിട്ടാണ്. അവർ കൊണ്ടിടുന്ന കാശാണ്, അന്നദാന പ്രഭുവായ അയ്യപ്പന് വേണ്ടി കൊടുക്കുന്ന ഈ കാശാണ് 500 കോടിയായിട്ടോ നമുക്ക് കിട്ടുന്നത്. അതാണ് ദേവസ്വം ബോർഡിന് നടത്തിക്കൊണ്ട് പോകുന്നത്. അത് ആലോചിക്കുമ്പോൾ നമ്മൾ ഇവരുടെ മുമ്പിൽ കൂപ്പുകൈകളോടെ നിൽക്കണ്ടേ. ഈ ഒരു മനോഭാവത്തിലെ മാറ്റം വരുത്തണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.